സിറാജിന്റെ അത് വളരെ മനോഹരമായ പക്ഷേ സുഹിത്ത് അത് കളഞ്ഞിരിക്കുകയാണ്. സുഹിത്ത് നമ്മുടെ ഗോളിയാണ്, എതിർ ടീമിന്റെ ഗോളിയായ സുഹിത്ത് ആ പന്ത് അടിച്ച് ഔട്ട് കളഞ്ഞിരിക്കുകയാണ്. ത്രോ എറിയാൻ ആര് വരും? അതാ നമ്മുടെ ഹുയാനിത ത്രോ എറിയാൻ വരുന്നു. ഹുയാനിത ത്രോ എറിയാൻ വരുന്നു. ഹുയാന്റെ വളരെ ഒരു നല്ല ത്രോ നമുക്ക് കാണാൻ പറ്റുകയാണ്. ഹുയാനിത നമ്മുടെ സുൽഫിക്കാണ് വളരെ നല്ലൊരു ത്രോ ആയിരുന്നു അത്. പക്ഷെ സുൽഫി അത് വളരെ വിദഗ്ധമായി അടിച്ചു. പക്ഷെ നമ്മുടെ രാകേഷ് ആ പന്ത് മേടിച്ചിരിക്കുകയാണ്. രാകേഷ് മേടിച്ചു നമ്മുടെ ഹുയാന് കൊടുത്തു. പക്ഷെ ഹുയാന്റെ കയ്യിൽ നിന്നും സതീഷ് നമ്മുടെ സുൽഫി കൊണ്ടുപോയി. സുൽഫിയിൽ നിന്നും അതിവിദഗ്ധമായി നമ്മുടെ ഷെറിൻ മേടിച്ചിരിക്കുകയാണ്. പക്ഷെ ഷെറിനെ പറ്റിച്ചില്ല നമ്മുടെ അലീഷ്. പന്ത് സതീഷിന് പറിച്ച് നൽകിയിരിക്കുകയാണ്. സതീഷ് നമ്മുടെ പൊട്ടാസിന് അതിവിദഗ്ധമായി ഗോൾ പാസ് ചെയ്തെങ്കിലും അത് ത്രോയാണെന്ന് തോന്നുന്നു. ഇല്ല, കളഞ്ഞിട്ടില്ല, പന്ത് പോയിട്ടില്ല. നമ്മുടെ പക്ഷം തന്നെ പന്തുണ്ട്. പക്ഷെ ആർദറിനെ പറ്റിച്ച് പൊട്ടാസ് കളിക്കുന്ന വളരെ വിദഗ്ധമായ ഒരു കളിയിൽ നിന്നും ഒരു ഗോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത് പോകുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതാ പന്ത് വെറുതെ അവർ കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ പപ്പൻ പുറകെ ഓടുകയാണ്. പപ്പന് ഫുട്ബോളിന്റെ ABCD എന്താണെന്നറിയില്ല എന്ന് തോന്നുന്നു. പപ്പൻ ഇതാ പിന്നെയും വെറുതെ തേരാപാര നടക്കുകയാണ്. നമ്മുടെ ഹുയാൻ ഇതാ പിന്നെയും വളരെ മനോഹരമായ ഒരു ത്രോ എറിയാൻ പോകുന്നു. ക്യാമറ ഹുയാന്റെ അടുത്തേക്ക്. ത്രോയല്ല, അത് കോർണറാണ്. വളരെ നല്ലൊരു പാസോട് കൂടി സതീഷിന്റെ അടുത്ത് ത്രോ കിട്ടിയിരുന്നെങ്കിലും സതീഷിന് അത് ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയിരിക്കുകയാണ്. അടുത്ത ത്രോ ഇതാ പപ്പൻ എറിയാൻ പോകുന്നു. പപ്പൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പപ്പൻ ത്രോ വല്ലവർക്കുമാണ് എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് സുൽഫി വളരെ മനോഹരമായ പന്ത് മേടിച്ചിരിക്കുന്നു. അത് രാഹുലിന് കൊടുത്തു. രാഹുൽ ഫിനിഷ് ചെയ്തില്ല, ചെയ്യാൻ പറ്റിയില്ല. ദീപക് എന്ന മാസ്മരികമായ ഒരു കളിക്കാരന്റെ മുന്നിൽ ആ പന്ത് വെറും തുച്ഛമായ സതീഷ് എന്ന് പറയുന്ന ഒരു മടിയൻ ഗ്രൗണ്ടിൽ വെറുതെ ചുമ്മാ നിൽക്കുകയാണ്. പന്തിന്റെ പുറകെ ഓടുന്നു പോലുമില്ല. വളരെ മുന്നിലാണ് സതീഷ്. ഇതാ വെറുതെ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവൻ തനി ഇന്ത്യക്കാരന്, ഡ്രസ്സിൽ അഴുക്കാകുമെന്നുള്ള ഭയം കൊണ്ട് അവൻ അനങ്ങാതെ നിൽക്കുകയാണ്. ഹുയാനിത ഒരു ഗോളി കിക്ക് എടുക്കുന്നു. ഗോളി കിക്ക് വളരെ മനോഹരമായി നമ്മുടെ പൊട്ടാസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പൊട്ടാസ്, അനീഷ്, രാകേഷ് ഗ്രൗണ്ടിൽ നിന്ന് എന്തോ വിളിച്ചു ചോദിക്കുന്നു. അത് അവന്റെ ഒരു കൂട്ടുകാരനാണ്. അന്തൻ എന്നാണ് അവന്റെ പേര്. അന്തൻ പൊട്ടാസ് വളരെ മനോഹരമായ ആ ഗോൾ നമ്മുടെ ദീപക് സേവ് ചെയ്തു. അതെ, ദീപക്. രഞ്ജിത്ത് ഇതാ ഗോൾ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഡിഫൻസിലാണ് പക്ഷേ രഞ്ജിത്ത് കളിക്കുന്നത്. TC ഇതാ വളരെ മനോഹരമായി നമ്മുടെ സതീഷിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി പറ്റിച്ചു. പക്ഷെ സതീഷ് വിടുന്നില്ല. സതീഷ് പുറകെ ഓടുന്നുണ്ടെങ്കിലും പന്ത് കിട്ടുന്നില്ല. ഷൈൻ അത് വളരെ മനോഹരമായി സതീഷിന് പാസ് മറിച്ച് നൽകി. ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസാണ് നമ്മുടെ പൊട്ടാസ് കളഞ്ഞിരിക്കുന്നത്. ഈ പൊട്ടാസിലെ ടീമിൽ നിന്ന് മാറ്റണമെന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. പപ്പൻ വെറുതെയാണ് കളിക്കുന്നത് അത് ഗ്രൗണ്ടിൽ. സുൽഫി അത് മനുഷ്യനാണോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ സുൽഫിക്ക് നമ്മുടെ സുഹിത്ത് ഗോൾ പാസ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഗോളി ചേഞ്ചാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇല്ല, ചേഞ്ച് ഒന്നും നടന്നിട്ടില്ല. ആർദർ വളരെ മനോഹരമായ ആ പാസ് നമ്മുടെ ഷെറിന് മറിച്ച് നൽകി. നമ്മുടെ കളിയുടെ ഡിഫൻസിന്റെ താരം രഞ്ജിത്ത് ഇതാ പുറത്തിറങ്ങി. പകരം കയറാൻ ആരുമില്ല. ക്യൂബ രഞ്ജിത്താണ് നമ്മുടെ കളിയുടെ നായകൻ. ഇതാ പപ്പനും രാകേഷും ഹുയാനും കൂടി നടത്തുന്ന ഒരു മൽപ്പിടുത്തത്തിൽ ഹുയാൻ പന്ത് വളരെ കൊണ്ടുപോയി. രാകേഷ് ഇതാ പുറകെ ഓടുന്നു. പന്ത് വളരെ വ്യക്തമായ പന്ത് മേടിച്ചിരിക്കുകയാണ്. പിണ്ടാളിയുടെ മനോഹരമായ ഒരു കളിയിൽ നിന്നും ആൾക്കാരെ കേൾപ്പിക്കണ്ട. പിണ്ടാളിയുടെ വളരെ ഒരു മനോഹരമായ കളിയിൽ നിന്നും പന്ത് ഗോൾ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ സുഹിത്ത് വളരെ മനോഹരമായ ആ പന്ത് സേവ് ചെയ്തിരിക്കുകയാണ്. ആ പന്ത് നമ്മുടെ TCക്ക് മറിച്ച് നൽകിയിരിക്കുകയാണ്. ദീപക് എന്തുകൊണ്ടോ കളി നിർത്തിയെന്ന് തോന്നുന്നു. രാകേഷ് നമ്മുടെ പിണ്ടാണി കളി നിർത്തി. നമ്മുടെ ദീപക് കളി നിർത്തി. എല്ലാവരും കളി നിർത്തി. സതീഷ് എന്ന മടിയൻ മാത്രം കളി നിർത്തിയിട്ടില്ല.